ഹല്ലേലൂയ. ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, അഭിഷക്തന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തുല്യമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് യെശയ്യാപ്രവചനം അതിൻ്റെ 46-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായ യാക്കോബ് ഗൃഹവും ഇസ്രയേൽ ഗൃഹത്തിൽ ശേഷിച്ചിരിക്കുന്ന എല്ലാവരുമായുള്ളവരെ, എൻ്റെ വാക്ക് കേൾപ്പിൻ. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ. നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ ആരോട് ഉപമിച്ച് സാദൃശ്യമാക്കും? തമ്മിൽ ഒത്തുവരത്തക്കവണ്ണം എന്നെ ആരോട് തുല്യമാക്കും? തമ്മിൽ ഒത്തുവരത്തക്കവണ്ണം എന്നോട് ആരോട് തുല്യമാക്കും? മഹാപരിശുദ്ധനും സ്വർഗീയ നല്ല ദൈവമേ, നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, അല്പചിന്തയായി നിൽക്കുമ്പോൾ അവിടുത്തെ വചനമായി ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ, പൈശാച മണ്ഡകൾ തകരട്ടെ, കർത്താവിൻ്റെ നാമം ഉയരപ്പെടട്ടെ. കർത്താവ്, ഇരുട്ടിൻ്റെ ശക്തി എല്ലാം അടിഞ്ഞു മാറട്ടെ. വചനത്തിരുവിധമായി പോകുന്ന എല്ലാ ശത്രുവിൻ്റെ ശക്തികൾ മാറട്ടെ. വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറച്ചുകൊണ്ട് ജനത്തോട് സംസാരിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. യെശയ്യാപ്രവചനം അതിൻ്റെ 46, 3, 4, 5 വാക്യങ്ങൾ. ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായ യാക്കോബ് ഗൃഹവും ഇസ്രായേൽ ഗൃഹത്തിൽ ശേഷിച്ചിരിക്കുന്ന എല്ലാവരുമായുള്ളവരെ, എൻ്റെ വാക്ക് കേൾപ്പിൻ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, കാട്ടിരുവായ നമ്മെ ആ നല്ല ദൈവം നമ്മളെ നല്ല ഒലിവിനോട് ചേർത്ത് അണച്ചു. ആർക്കും വേണ്ടാത്ത കാട്ടൊലിവായിരുന്നു. എന്നാൽ ആ കാട്ടൊലിവിന്, ആ ഒലിവ് വൃക്ഷത്തിൻ്റെ ഒരു കമ്പ് ചേറ്റിക്കളഞ്ഞിട്ട് നമ്മളെ ആ നല്ല ഒലിവിനോട് കാട്ടൊലിവ് ചേർത്ത് നമ്മളെ ചേർത്ത് വെച്ച് ഒരു നല്ല ഒലിവ് വൃക്ഷമാക്കിയ ഒരു ദൈവമുണ്ട്. അവൻ നമ്മെ ഗർഭം മുതൽ നമ്മൾ ഉരുവാകുന്നത് മുന്നേ നമ്മെ പരിപാലിക്കുന്ന, നമ്മെ കണ്ട ദൈവമാണ്. അവൻ നമ്മെ വഴി നടത്തുന്ന ദൈവമാണ്. ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായ യാക്കോബ് ഗൃഹവും ഇസ്രായേൽ ഗൃഹത്തിൽ ശേഷിച്ചിരിക്കുന്ന എല്ലാവരുമായുള്ളവരെ, എൻ്റെ വാക്ക് കേൾപ്പിൻ. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യം തന്നെ. നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാർ, നമ്മെ ചുമക്കുന്ന ദൈവം, നമ്മെ പുലർത്തുന്ന ദൈവം, അവൻ നമ്മെ വഴി നടത്തുന്ന ദൈവം, അവൻ നമ്മെ വിടുവിക്കുന്ന ദൈവം. ഈ പ്രോഗ്രാം കാണുമ്പോൾ പല വിഷയത്തിനുമേൽ ഭാരപ്പെടുന്ന വ്യക്തികളുണ്ട്. രോഗത്താൽ ഭാരപ്പെടുന്നവർ, ജപ്തി അവസ്ഥയിൽ ഭാരപ്പെടുന്നവർ, എങ്ങനെ ഈ ജപ്തി മാറ്റുവാൻ, എങ്ങനെ ആരും എന്നെ സഹായിക്കുവാനില്ലെന്ന് ഭാരപ്പെടുന്ന വ്യക്തി ജീവിതമേ, നീ ദാവീദിനെ പോലെ, നീ കർത്താവിൻ്റെ ദാസന്മാരെ പോലെ, നീ അവൻ്റെ ഭക്തന്മാരെ പോലെ നീ ഉയരങ്ങളിലേക്ക് നോക്കി. അതെ, ഞാൻ എൻ്റെ കണ്ണുകളെ പർവ്വതങ്ങളിലേക്ക് നോക്കി. എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു.
എൻ്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല. നീ ആ ഭക്തന്മാരെ പോലെ, ദാവീദിനെ പോലെ, മോശയെ പോലെ, അബ്രഹാമിനെ പോലെ, ഇസ്ഹാക്കിനെ പോലെ, യാക്കോബിനെ പോലെ നീ ആ ദൈവത്തിൽ ആശ്രയം വെച്ചാൽ നിശ്ചയമായി നീ ഏത് വിഷയത്തിൽ നിന്ന് അഭിമുഖീകരിക്കുന്നുവോ അതിൻ്റെ മേൽ വിടുതൽ നൽകുന്ന, അതിൻ്റെ മേൽ ജയം പകരുന്ന, അതിൻ്റെ മേൽ നീ അഭിമുഖീകരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ നിന്നെ വിടുവിക്കുന്ന ഒരു കർത്താവിനെ നിനക്ക് കാണുവാൻ സാധിക്കും. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. അവൻ അത്ഭുത മന്ത്രിയമായ ദൈവമാണ്. ഞാൻ അനന്യൻ തന്നെ, നിങ്ങളെ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. അപ്പം നമ്മെ വിടുവിക്കുന്ന ദൈവം, നമ്മെ പുലർത്തുന്ന ദൈവം, അവൻ നമ്മെ കരുതുന്ന ദൈവം, അവൻ സർവശക്തനായ ദൈവമാണ്. അവൻ സർവത്തിൻ്റെയും ഉടയവനായ ദൈവമാണ്. സങ്കീർത്തനം അതിൻ്റെ 144 അതിൻ്റെ 3, 4, 5 വാക്യങ്ങൾ ദാവീദ് എന്താണ് പറയുന്നതെന്നറിയാം. യഹോവേ, മനുഷ്യൻ നിന്നെ ഗണ്യമാക്കുവാൻ അവൻ എന്തു? മനുഷ്യപുത്രനെ നീ വിചാരിപ്പാൻ അവൻ എന്തുമാത്രം? മനുഷ്യൻ ഒരു ശ്വാസത്തിന് തുല്യമത്രേ. അവൻ്റെ ആയുഷ്കാലം കടന്നു പോകുന്ന നിഴൽ പോലെയാകുന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മുടെ ആയുസ്, നമ്മുടെ ശ്വാസം കടന്നു പോകുന്ന നിഴൽ പോലെയാണ്. നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു നിഴൽ കാണുവാൻ സാധിക്കും. അത് നമ്മുടെ നിഴൽ തന്നെയാണ്. നമ്മുടെ ജീവിതവും അതുപോലാണ്. എപ്പോഴാണ് നമ്മുടെ ഈ ശ്വാസം നിൽക്കുന്നത് അറിയത്തില്ല. ഈ ശ്വാസം നിന്നാൽ നമ്മൾ തീർന്നു. മനുഷ്യൻ ഒരു ശ്വാസത്തിന് തുല്യമത്രേ. അവൻ്റെ ആയുഷ്കാലം കടന്നു പോകുന്ന നിഴൽ പോലെയാകുന്നു. യഹോവ ആകാശം ചമച്ചു, ഇറങ്ങി വരണമേ. പർവ്വതങ്ങൾ പുകയുവാൻ തക്കവണ്ണം അവയെ തൊടയണമേ. മിന്നലിനെ അയച്ച് അവരെ ചിതറിക്കണമേ. നിൻ്റെ അസ്ത്രങ്ങൾ അയച്ച് അവരെ തോൽപ്പിക്കണമേ. ഉയരത്തിൽ നിന്നും തൃക്കൈ നീട്ടി വിടുവിക്കണമേ. അതെ, നമ്മെ ഉയരങ്ങളിൽ നിന്ന് കൈ നീട്ടി ഒരു വിടുവിക്കുന്ന ദൈവം. ഇന്ന് ആരെല്ലാം ഏതെല്ലാം വിഷയത്തിൻ്റെ മേൽ ഭാരപ്പെടുന്നുവോ, തകർന്നിരിക്കുന്നുവോ, എന്നെ സഹായിക്കുവാൻ ആരുമില്ല, എന്നെ വിടുവിക്കുവാൻ ആരുമില്ല, എന്നെ ഒന്ന് കൈ താങ്ങുവാൻ, ആശ്വസിക്കുവാൻ ആരുമില്ലെന്ന് കരയുന്ന വ്യക്തി ജീവിതമേ, പ്രിയ മാതാവേ, പ്രിയ സഹോദരി, പിതാവേ, അഭിഷക്ത, അത് നിന്നെ സഹായിക്കുന്ന ഒരു കരമുണ്ട്, നിന്നെ വിടുവിക്കുന്ന ഒരു കണ്ണുമുണ്ട്, നിന്നെ പുലർത്തുന്ന കരമുണ്ട്. ഈ അനേക വിഷയത്തിൻ്റെ മേൽ അഭിമുഖീകരിക്കുന്ന വ്യക്തി ജീവിതമേ, അതെ, നിന്നെ വിടുവിക്കുന്ന ഒരു കരം. യഹോവയുടെ കരം വീര്യം പ്രവർത്തിക്കുന്നു. യഹോവയുടെ കരം ഉയർന്നിരിക്കുന്നു. ആ ഉയർന്നിരിക്കുന്ന കരം അവൻ ഒന്ന് താഴ്ത്തിയാൽ അവൻ നിന്നെ വിടുവിച്ച്, അവൻ നിനക്ക് ജയം പകരുന്ന, അവൻ നിനക്ക് വിടുതൽ നൽകുന്ന, അവൻ നിനക്ക് ആശ്വാസം പകരുന്ന, അവൻ വിലാപഭവനത്തെ അവൻ സന്തോഷഭവനമാക്കുന്ന ഒരു നല്ല യേശു കർത്താവിനെ നിനക്ക് കാണുവാൻ സാധിക്കും. ഉയരത്തിൽ നിന്നും തൃക്കൈ നീട്ടി എന്നെ വിടുവിക്കണമേ. പെരുവെള്ളത്തിൽ നിന്നും അന്യജാതിക്കാരുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ദാവീദിൻ്റെ പ്രാർത്ഥനയാണ്. ഉയരത്തിൽ നിന്നും തൃക്കൈ നീട്ടി എന്നെ വിടുവിക്കണമേ. പെരുവെള്ളത്തിൽ നിന്നും അന്യജാതിക്കാരുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അവരുടെ വായ് ഫോഷ്ക്ക് സംസാരിക്കുന്നു, അവരുടെ വലങ്കൈ വ്യാജമുള്ള വലങ്കൈയാകുന്നു. ദൈവമേ, ഞാൻ നിനക്ക് പുതിയൊരു പാട്ടുപാടും, 10 കമ്പിയുള്ള വീണ കൊണ്ട് ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമ്മളെ ആരും സഹായിക്കുവാനില്ലെങ്കിലും, നമ്മെ ആരും വഴി നടത്തുവാനില്ലെങ്കിലും, അനേകരെ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് ആ ദാവീദിനെ പോലെ, അബ്രഹാമിനെ പോലെ, മോശയെ പോലെ, യാക്കോബിനെ പോലെ, ഇസ്ഹാക്കിനെ പോലെ നമുക്ക് ഉയരങ്ങളിലേക്ക് നോക്കി ഒന്ന് പ്രാർത്ഥിക്കുവാൻ, ഒന്ന് വിളിക്കുവാൻ, ഒന്ന് നെടുവീർപ്പെടുവാൻ നീ സാധിച്ചാൽ നിശ്ചയമായി അവൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്. ഉയരത്തിൽ നിന്നും തൃക്കൈ നീട്ടി എന്നെ വിടുവിക്കണമേ. പെരുവെള്ളത്തിൽ നിന്നും
അന്യജാതിക്കാരുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അപ്പം നമ്മളെ അന്യജാതിക്കാരുടെ കയ്യിൽ നിന്നും, ശത്രുവിൻ്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവത്തെ കാണുവാൻ സാധിക്കും. അവൻ നമ്മൾ സൃഷ്ടിക്കുന്നതിന് മുന്നേ നമ്മെ അറിയുന്ന ദൈവം. യശയാപ്രവചനം 46:3-4 വാക്യങ്ങൾ. ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായ യാക്കോബ് ഗൃഹവും ഇസ്രായേൽ ഗൃഹത്തിൽ ശേഷിക്കുന്ന എല്ലാവരുമായുള്ളവരെ, എൻ്റെ വാക്ക് കേൾപ്പിൻ. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ. നിങ്ങളെ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ ആരോട് ഉപമിച്ച് സാദൃശ്യമാക്കും? എന്നെ ആരോട് ഉപമിച്ച് സാദൃശ്യമാക്കും? തമ്മിൽ ഒത്തുവരത്തക്കവണ്ണം എന്നെ ആരോട് തുല്യമാക്കും? എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മളോട് നമ്മുടെ ദൈവത്തെ ആരോടും തുല്യമാക്കുവാൻ സാധിക്കത്തില്ല. അവൻ ഞാനാകുന്ന ദൈവമാണ്. അവൻ എൽ ഷഡായി ആയ ദൈവമാണ്. അവൻ യാഹൂവായ ദൈവമാണ്. അവൻ സർവശക്തനായ ദൈവമാണ്. ഈ വചനം മുഖാന്തരം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി നന്ദി പറയുന്നു. വചനമയച്ച് അനേകരുടെ ജീവിതത്തിൽ വിടുതലും സൗഖ്യവും ഭാരങ്ങളും മാറ്റി അനേക വിഷയത്തിന്മേൽ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചതിനായി നന്ദി പറയും. ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വചന മുഖാന്തരം കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.